അവിടെയാണ് പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അവിടെയാണ് രാഹുൽ ആൺ കണ്ണുകളെയും ആൺ നോട്ടങ്ങളെയും കുറെ കൂടി മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ആണുങ്ങളെ വേട്ടയാടുകയാണ്, പുരുഷന്മാരെ വേട്ടയാടി കയ്യടി നേടുകയാണ് എന്നൊരു ചിന്ത വരുന്നു. അല്ല, അതിജീവിത എന്ന വാക്കിനെ പുച്ഛവൽക്കരിക്കുന്നത് കാണുന്ന എല്ലാരെയും അതിജീവിത എന്ന് വിളിക്കുന്നതിനോടാണ്. ചേട്ടൻ പറഞ്ഞല്ലോ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ പറയൂ, ആദ്യമേ പറഞ്ഞല്ലോ. ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇങ്ങനെ പറയൂ. ഇതില് നമുക്ക് ഇത്തരം വിഷയങ്ങളിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, സത്യസന്ധത വേണം, ഇന്റലക്ച്വൽ ഓണസ്റ്റി, അല്ലെങ്കിൽ ബൗദ്ധികപരമായ സത്യസന്ധതയോടുകൂടി പെരുമാറണം. ഇത് പല പെൺകുട്ടികൾക്കും, അതായത് ഞാൻ പറയാൻ പോണ പോയിന്റ് അറിയില്ല എന്നുള്ള ഉദ്ദേശമാണ് പറയുന്നത്, ആൺ കണ്ണുകളെയും ആൺ നോട്ടങ്ങളെയും കുറെ കൂടി മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളുടെ സഹോദരനായി കാണുന്ന, സുഹൃത്തായി കാണുന്ന, നിങ്ങളോട് 1 ഇഞ്ച് ആത്മാർത്ഥതയുള്ള ഏതൊരു പയ്യനോട് ചോദിച്ചാലും രാഹുൽ ഈശ്വർ പറഞ്ഞാണ് ശരിയെന്ന് പറയും. നേരെ മറിച്ച് നിങ്ങളോട് താല്പര്യമില്ലാത്ത, നിങ്ങളെ ചൂഷണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങളെ ഇഷ്ടമല്ലാത്ത, ഏതെങ്കിലും രീതിയിൽ ദുരുപയോഗം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പുരുഷന്മാരോട് ചോദിച്ചാൽ പറയും ഇതൊക്കെ സ്വാതന്ത്ര്യമല്ലേ, സ്വാതന്ത്ര്യം തന്നെയാണ്. കാര്യം ഞാൻ മാത്രമേ സത്യം പറയുന്നുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് സത്യം. അവിടെയാണ് പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അവിടെയാണ് രാഹുൽ മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കാനോ സ്ത്രീജനങ്ങളെ ഒഫൻഡ് ചെയ്യാനോ ഞാനൊന്നും ഒരു കാര്യവും പറയാറില്ല. ഞാൻ AKMയുടെ പരിപാടിക്ക് ഇനോഗ്രേഷൻ ഒക്കെ പോകുന്നതാണ്. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആണുങ്ങളിലെ വലിയൊരു വിഭാഗം ആൾക്കാർക്ക് ആണുങ്ങളെ വേട്ടയാടുകയാണ്, പുരുഷന്മാരെ വേട്ടയാടി കയ്യടി നേടുകയാണ് എന്നൊരു ചിന്ത വരുന്നുണ്ട്. അതുകൊണ്ട് ചില എക്സ്ട്രീം റിയാക്ഷൻസും എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റും ഒക്കെ വരുന്നുണ്ട്. സ്ത്രീകളെ അപമാനിക്കുന്ന പ്രസ്താവനകൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നാൽ അത് 100% തെറ്റാണ്, അതിന് ക്ഷമ പറയും. അതേപോലെ പുരുഷന്മാരെ കടന്നാക്രമിച്ചാൽ മാത്രമേ ഒരു സന്തോഷമുള്ളൂ, ആണുങ്ങൾ 2-3 ദിവസം ജയിലിൽ കിടന്നാലേ ഞങ്ങൾക്കൊരു സന്തോഷമുള്ളൂ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. ആണുങ്ങൾക്ക് അങ്ങനെ ജയിലിൽ പോകുന്ന കാണുമ്പോൾ നമുക്കൊരു കയ്യടി, എന്തോ വലിയ കാര്യം സംഭവിച്ചു എന്ന് തോന്നുന്ന ഒരു ആറ്റിറ്റ്യൂഡും ശരിയല്ല. ഞാനിപ്പോ ഒരു ചെറിയ ഉദാഹരണം ചോദിക്കാം. നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതിയാണ് ആ പെൺകുട്ടി കൊടുത്തതെന്ന് ടിവിയിലെല്ലാം കണ്ടു കാണുമല്ലോ, പോലീസ് പറഞ്ഞത് ശ്രദ്ധിച്ചു കാണുമല്ലോ അല്ലെ? അതായത് പോലീസ് വ്യാജ പരാതിയാണെന്ന് പറഞ്ഞ് നിവിൻ പോളിക്ക് ക്ലീൻ ചിറ്റ് നൽകി. ആ പെൺകുട്ടിക്കെതിരെ എന്താ കേസെടുക്കാത്ത? വ്യാജ പരാതിയാണെന്ന് തെളിഞ്ഞു. കേസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പ്രമുഖമായ മാധ്യമങ്ങളൊന്നും കണ്ടില്ല. എന്തുകൊണ്ടാ പെൺപിള്ളേർക്ക് പെണ്ണുങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാന്നാണോ? പെണ്ണുങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാൻ അവസ്ഥ ഉണ്ടാകരുത്. പെണ്ണുങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം എന്ന് പറ്റുന്ന അവസ്ഥ, ആണുങ്ങൾക്കും എന്ത് വേണമെങ്കിലും കാണിക്കാൻ അവസ്ഥ ഉണ്ടായിരുന്നു. അതായത് ഇത് സത്യം പറഞ്ഞാൽ ഒരു 100 വർഷം മുമ്പ് നമ്മുടെ സമൂഹത്തിൽ ഈ പുരുഷ മേധാവിത്വം ഉണ്ടായിരുന്നു. കേരളത്തിൽ കൂടുതലും തെറ്റ് ചെയ്യുന്നത് ആൺപിള്ളേരാണ്, അല്ലാതെ സ്ത്രീകളെ അങ്ങോട്ട് കയറി കൊടുക്കുന്നതല്ല. അവിടെയാണ് ആണുങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ പെൺകുട്ടികളും തെറ്റ് ചെയ്യുന്നുണ്ട്. ആ പെൺകുട്ടികൾ തെറ്റ് ചെയ്യുന്നതിനോട് നമ്മൾ കണ്ണടക്കരുത്. കൂടുതൽ ആരാ ചെയ്യുന്നത്? ഒരു സംശയം വേണ്ട, പുരുഷന്മാരാണ്. ഒരു പുരുഷവാദിയായ എനിക്ക് അത് അഡ്മിറ്റ് ചെയ്യാൻ ഒരു മടിയില്ല, പുരുഷന്മാര് തന്നെയാണ് ചെയ്യുന്നത്. അതിജീവിത എന്ന് പറയുന്ന ഒരു വാക്കിനെ പുച്ഛത്തോടാണോ കാണുന്നത്? അല്ല, അതിജീവിത എന്ന വാക്കിനെ പുച്ഛവൽക്കരിക്കുന്നത് കാണുന്ന എല്ലാരെയും അതിജീവിത എന്ന് വിളിക്കുന്നതിനോടാണ്. അതിജീവിത എന്ന വാക്ക് വളരെ മനോഹരമായ സേക്രഡായ ഒരു വാക്കാണ്. പോരാട്ടങ്ങളിലൂടെ അതിജീവിച്ച സ്ത്രീ എന്നാണ് അർത്ഥം. കാണുന്ന എല്ലാവരെയും പെട്ടെന്ന് അതിജീവിതകളാക്കി കഴിഞ്ഞാൽ അതിജീവിത എന്ന വാക്കിന് ആരാ വില കൊടുക്കുക? പിന്നെ നിവിൻ പോളിക്കെതിരെ പരാതി കൊടുത്ത വ്യക്തി അതിജീവിതയാണോ? അല്ല. എന്തുകൊണ്ടല്ല? പരാതി വ്യാജമായിരുന്നു അല്ലെ? അവരെ ആരും അതിജീവിത എന്ന് വിളിച്ചിട്ടില്ല. അവിടെ ഒരുപാട് പേര് നിവിൻ പോളിക്ക് ചർച്ച ചെയ്ത ദിവസങ്ങളിൽ അവർ അതിജീവിതയായിരുന്നല്ലോ. അവരുടെ മുഖം മറച്ചാണ് കൊടുത്തത്, അവരുടെ പേര് പറയുന്നില്ല, അവരുടെ പേരെന്താതുപോലെ നോക്കിപ്പോ അറിയില്ല. ദയവായി കാണുന്ന പെൺകുട്ടികൾ ശ്രദ്ധിക്കുക, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സെക്ഷുവാലിറ്റി വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ പെൺകുട്ടിക്കും ആൺകുട്ടിക്കും മാന്യത വേണം. പുരുഷന്റെ വാക്കിനും നോക്കിനും സ്ത്രീയുടെ വസ്ത്രധാരണത്തിനും മിതത്വം വേണം. ഇങ്ങനെ അല്ലാതെ നിങ്ങളോട് പറയുന്നവർ ഒരിക്കലും നിങ്ങളുടെ ഉദയം ആഗ്രഹിക്കുന്നതല്ല, നിങ്ങളുടെ കൈയടിക്കോ നിങ്ങളെ പ്രീണിപ്പിക്കാനോ നിങ്ങളെ മണിയടിക്കാനോ പറയുന്നതാണ്. ഈ ഞാൻ പറയുന്നത് ഒരുപക്ഷെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പിന്തിരിപ്പനായി തോന്നാം, നിങ്ങൾക്ക് എന്താ പറയണേ കട്ടിയുള്ളതായും മറ്റും തോന്നാം. പക്ഷേ സത്യം ഇതാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങൾക്ക് അഭിപ്രായത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ചേട്ടനോടോ നിങ്ങളുടെ അച്ഛനോടോ നിങ്ങളുടെ വീട്ടിലുള്ള ആരോടോ ചോദിച്ചാൽ അവർ ഇതേ അഭിപ്രായം നിങ്ങൾക്ക് പറഞ്ഞു തരും.